പൈസ നമുക്ക് വീണ്ടും വരും. പെരുന്നാളൊക്കെ ആഘോഷിച്ച് വിഷുവൊക്കെ ആഘോഷിച്ച് ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത സമയങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ട്, ബോബി ചെമ്മണി. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ പ്രയത്നം കൊണ്ട് തന്നെയാണ് 34 കോടി രൂപ സ്വരുക്കൂട്ടി 17 വർഷം തടവിലായ ആ മകനക്ക് വേണ്ടി, ആ ഉമ്മയുടെ കണ്ണീരിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉണ്ടായ മനസ്സ്. ലോക കേരളത്തിലെ എല്ലാ മലയാളികളെയും കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എടുത്ത എഫേർട്ടുണ്ടല്ലോ, പല വീടുകളിലും പല ആളുകളും അദ്ദേഹത്തിന് പൂമാളിന്ന് വിളിക്കുന്നുണ്ട്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇതിനകത്ത് ആരാണ് പൂമാളി? 1 കോടി രൂപ ആണ് അതിനു വേണ്ടി, ആ റഹീംക്കാരുടെ വരവിന് വേണ്ടി അദ്ദേഹം ഇറക്കി വെച്ചതെങ്കിൽ മറ്റു ജനങ്ങൾക്ക് ഇടയിലേക്ക് അദ്ദേഹം കൈനീട്ടി തെണ്ടിയെങ്കിൽ ആർക്ക് വേണ്ടിയാണെന്നൊന്ന് ചിന്തിച്ചത്. ഇവിടെ ആരാണ് കോമാളി ആയത്? അല്ലേ? അല്ലാഹു തആല നമുക്ക് പതിയെ പതിയാണ് സന്തോഷങ്ങൾ കൊണ്ട് എത്തിച്ചു തരുന്നത്. ഉമ്മാന്റെ 17 വർഷത്തെ കാത്തിരിപ്പിൽ അല്ലാഹു തആല ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തോടു കൂടി ആ ഉമ്മയ്ക്ക് മകനെ കാണാനുള്ള സൗഭാഗ്യം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം. എല്ലാവരും സന്തോഷത്തിലാണ്.